ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്വിമ്മിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് സംഭവങ്ങളാണ്. അപ്പോൾ നീന്താൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ നീന്താൻ പഠിപ്പിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ജാക്കറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ജാക്കറ്റും ട്യൂബൊക്കെ ഇട്ട് നീന്തുമ്പോൾ നീന്തൽ പഠിക്കാൻ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നീന്തലിൻ്റെ ഇമ്പോർട്ടൻറ്റ് എത്ര വലുതാണെന്ന്. നിങ്ങൾ എവിടെ പോയിട്ടാണെങ്കിലും കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുക. കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കുളങ്ങളിൽ പോയിട്ടാണെങ്കിലോ എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുക. നീന്തൽ പഠിപ്പിക്കാൻ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഏജ് 3 to 5 ഏജാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഈസി ആയിക്കാരം. പിന്നെ നിങ്ങൾ കുട്ടികളെ ഏജ് കൂടുന്തോറും പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിട്ട് വരും. എനിക്കൊരു 4 വയസ്സായപ്പോഴാണ് ഞാൻ നീന്താൻ പഠിച്ചിട്ടുള്ളത്. ചില രക്ഷിതാക്കളൊക്കെ കാണാൻ കുട്ടികളെ കുളത്തിലോട്ട് ഉന്തിട്ടിട്ടും അല്ലെങ്കിൽ അവരെ അവിടെ മുക്കിക്കാണ്ടൊക്കെ അവരെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അവർക്ക് പിന്നെ കുളത്തിലോട്ട് വരാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് പേടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുമ്പോൾ ജാക്കറ്റും ട്യൂബൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നീന്തൽ പഠിക്കാൻ വളരെ ലേറ്റ് ആവും. അപ്പോൾ അവർ അതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ പിടിക്കും അവർക്ക് നീന്തൽ പഠിക്കാൻ. ജാക്കറ്റൊന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ടാണ് നിങ്ങൾ നീന്തുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അവർക്ക് നീന്താൻ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം 5 ഏജിനുള്ളിൽ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആൻഡ് ഈസി ടൈം അതാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായം കൂടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ബൈ.